ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ ഇത് കട്ട് ചെയ്യാൻ. വേറെ ഒരിടം കണ്ടില്ലേ? എനിക്ക് സൗകര്യം ഉള്ളിടത്ത് ഞാൻ കട്ട് ചെയ്യും. കുഴപ്പം വല്ലതും ഉണ്ടോ? ഇത് എന്റെ വീട്, എന്റെ സ്ഥലം, എന്തിന്? എന്റെ വീട്, എന്റെ ഏരിയ. ഞാൻ ചിലപ്പോ ഇവിടെ ഇരുന്ന് വെളുത്തുള്ളി പൊളിച്ചെന്നിരിക്കും, ചിലപ്പോ അരി ആട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ മീൻ വെട്ടിയെന്നിരിക്കും. എന്നാ മനുഷ്യൻ ജോലി കഴിഞ്ഞ് വന്നതാ. ഞാനും ജോലി കഴിഞ്ഞ് വന്നു, നീയും ജോലി കഴിഞ്ഞ് വന്നു. ഞാൻ പിന്നെ അവിടെ എന്നാ ടൂറ് പോയിക്കുവായിരുന്നല്ലോ രാവിലെ. അതാ പറഞ്ഞ്, ഞാൻ ടൂറ് പോയതൊന്നും അല്ല, ജോലിക്ക് തന്നെ പോയതാ. ഇന്നലെ എല്ലാ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുക ഞാനൊന്ന് ഇന്നെങ്കിലും ഒന്ന് വിസ്തരിച്ചിരിക്കണമെന്ന്. അടുത്ത അസുഖം പിടിപ്പിച്ചോണ്ട് വന്നിരുന്നു. എന്നിട്ട് രണ്ടെണ്ണത്തിനെ ഹോസ്പിറ്റലിൽ വിട്ടു. കണ്ടിന്യൂസോ ഡയറിയ എന്നും പറഞ്ഞിട്ട്. കണ്ടിന്യൂസോ ആയിട്ട് സ്കൂളിൽ പോയാണ്. തിരിച്ചു വന്നപ്പോ ഡയറിയ കൂടെ പിടിപ്പിച്ചേക്കും. ചോദിച്ചപ്പോ എന്നാ എന്റെ ടൊമാറ്റോ റൈസ് കണ്ണിച്ചോറുണ്ട്. ഇന്നലെ ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസ് അല്ലേ. ഞാനൊരു ദിവസം ഇവിടുത്തെ അടുക്കള അടച്ചിടും. അപ്പനും മോനോടെ ഉണ്ടാക്കുവോ തിന്നുവോ. കൊച്ചിന് ഡയറിയ അന്ന് കരുതി ജസ്റ്റിക്ക് ഡയറിയ. ഇവിടെ ആർക്കെങ്കിലും ഞാൻ ഇന്നലെ എനിക്ക് സത്യം ഞാൻ നല്ല ഹെഡേക്ക്, നല്ല റണ്ണിങ് നോസ്. അപ്പൊ ഞാൻ റെസ്റ്റ്. അപ്പൊ ജസ്റ്റിക്കും തലവേന. ഇവിടെ ആർക്കെങ്കിലും പനി പിടിച്ചാൽ ജസ്റ്റിക്കും പനി. ഇവിടെ ആർക്കെങ്കിലും വൈറ്റേൻ എടുത്താൽ ജസ്റ്റിക്കും വൈറ്റേൻ. ഇന്നിപ്പോ കൊച്ചിന് ഡയറിയ, ജസ്റ്റിക്കും ഡയറിയ. ഇനിയിപ്പോ ആരെങ്കിലും ഗർഭിണിയായ ജസ്റ്റിക്കും ഗർഭിണി. ഒരു പ്രത്യേക സമാധാനം തരരുത്, സമാധാനം തരുന്നത്. ഞങ്ങളുടെ ഒരു പുള്ളിക്കാരത്തി സിംഗിൾ ആകുന്നു. ഞാൻ എന്റെ പൊന്നോ, നീ കല്യാണമേ കഴിച്ചേക്കരുത് ഞാൻ പറഞ്ഞു. ഒരു ലോക്കലാ. ഞാൻ പറഞ്ഞു എത്ര സ്വർഗം കിട്ടിയാലും മറ്റേ സ്വർണ്ണക്കൂട്ടിലുള്ള ബന്ധനം എന്ന് പറയുന്ന പോലെ നമുക്ക് ചില എന്നാ ആ കൊച്ചിന് മേലെന്ന് പറഞ്ഞോണ്ടാ. എന്നാ ഈ ഉള്ളിയുടെ തൊലി ഒന്ന് കളയുക. ആരോട് പറയാൻ? എന്റെ മുമ്പിൽ കൺമുമ്പിൽ നിന്റെ വീടില്ല. അങ്ങനെ ദൈവം എന്നോട് ദുഷ്ടത ഒന്നും കാണിക്കുകയാണ് കേട്ടോ. എന്നാ രണ്ടുള്ളിയുടെ തൊലി പൊളിച്ചു തരുവോ? എന്റെ കത്തിയുടെ മുമ്പിൽ എങ്ങാനും വന്ന് പെട്ടേക്കല്ലേ, ഞാൻ വരയും.